എന്റെ മോൻ തന്നെ ഉള്ളായിരുന്ന രാത്രിക്ക്. എന്റെ മോൻ തന്നെ ഉള്ളായിരുന്ന രാവിലെ രാത്രിയില് ഞാൻ ലൈറ്റൊക്കെ ഇട്ടച്ചല്ലേ പോയെ. മമ്മി ലൈറ്റൊക്കെ ഓണാക്കി ഇട്ടച്ചാ പോയെ. ഫുഡ് എടുത്തു കൊടുക്കട്ടെ. ചേച്ചി എന്നാ ഞാൻ നാളെ വരാം കേട്ടാ. ഓക്കെ ബൈ. ഓക്കെ താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. എൻജോയ് ചെയ്തു എല്ലാവരും. ഞാൻ ഇനി ഇവിടെ ഒന്നും വലിയ പരിപാടിയൊന്നും ഇല്ല ഇനിയും. ഞാൻ ഇനി ഫുഡ് കൊടുക്കും, അത്രയൊക്കെ ഉള്ളൂ. അനുസിയ നാളെ വേറെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി വരണേ. നമുക്ക് നാളെ ലൈവില് കാണാം. ഓക്കെ. എന്നാ ഞാൻ ഇനി അവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഒന്നും ഒരു പരിപാടി ഒന്നും ഇല്ലെന്നേ. ഞാനിപ്പം പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് ഫുഡ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അല്ല നമുക്ക് എന്നാ അതെ അനുസിയ പ്രിയ. അതാണ് ഞാൻ ചോദിച്ചത് കണ്ടിട്ട്. നല്ലൊരു ജോലി കിട്ടിയെന്ന് തോന്നുന്നു. പ്രിയക്ക് ജോലി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കേട്ടോ. പ്രകാശ് അവരെങ്ങനെയും ആവട്ടെ, നിനക്കറിയാം. മക്കളോടും മോഹൻ തോമസ് പറയുന്നു, മക്കളോടും നമ്മുടെ ക്രിസ്മസ് വിഷസ് അറിയിച്ചേക്കും. എനിക്ക് ഒരു കമന്റും കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ഒരു കമന്റ് പോലും കിട്ടുന്നില്ല. അതൊക്കെയാണ്. അല്ലെ ഞാൻ വായിച്ചേനമായിരുന്നു. എന്നാ മോഹൻ തോമസിനോട് ഒരു താങ്ക് യു പറഞ്ഞേക്ക് ചേച്ചി. താങ്ക് യു മോഹൻ തോമസ്. പിന്നെ എല്ലാവരും പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരും ഇവിടെ വരും. അത്രേ ഉള്ളൂ. പിള്ളേരും അവരുടെ ആൾക്കാരും ഒക്കെ ആയിട്ട് വരും. അത്രേ ഉള്ളൂ. അറിയാലോ പറയുന്നേ. അരുൺ പ്രകാശ് അവരെങ്ങനെയും ആവട്ടെ, നിനക്കെന്താ. അവരുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരും. അത്രേ ഉള്ളൂ. ഞാൻ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കും. അവരെനിക്കൊരു ഏതാണ്ടൊക്കെ ഗിഫ്റ്റ് തരും. അതെന്തോ തരുന്നതെന്നൊക്കെ ഞാൻ കാണിക്കാം. അത്രയൊക്കെ ഉള്ളൂ. അത് ഏതാണ്ടൊക്കെ പൊതിഞ്ഞ് കെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, മമ്മി ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുന്ന ഒറ്റ ഗിഫ്റ്റുകളും പോയി ചെന്ന് നോക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആ ഭാഗത്തോട്ട് പോലും വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണ്ടൊക്കെ പൊതിഞ്ഞ് കെട്ടി. പ്രകാശ് അവരെങ്ങനെയും ആവട്ടെ, നിനക്കെന്താ. ആർക്കിട്ടാ കൊട്ടിയത്? എനിക്കിട്ടോ. ഓക്കെ. നീ ഇറങ്ങി പോയില്ലിരുന്നോ? ഞാൻ അവർക്ക് 2 ഫുഡ് കൊടുത്തു. ഇപ്പൊ എല്ലാ കമന്റ്സും എനിക്ക് കേട്ടോ വരുന്നത്. ഞാൻ ദിവ്യ മമ്മൂസ് ഹായ് ചേച്ചി, ഹാപ്പി ക്രിസ്മസ്. ചേച്ചി ഇപ്പൊ വരൂട്ടോ. ഞാൻ ലൈവ് ഒന്ന് പോവാണ്. നീ ഏതാ അതിന്? ഞാനൊരു വഴിപോക്കത്തി ഒന്ന് കേറി, അത്രേ. ചേച്ചി ഓക്കെ ബൈ. നമ്മുടെ ദിവ്യ ഇറങ്ങിപ്പോയ. കണ്ണാടി എടുത്തോണ്ട്. കണ്ണാടി വണ്ടിക്കകത്താണ് വെച്ചതെന്ന് അറിയത്തില്ല. എവിടെയോ വെച്ചു. വരുന്നേ. എനിക്കൊരു കമന്റ് പോലും കിട്ടുന്നില്ല കേട്ടോ. കണ്ണാടി വെച്ചോണ്ട് വന്നില്ലേ? എനിക്ക് കമന്റ് വരുന്നില്ല കേട്ടോ. കമന്റ് വന്നിട്ടില്ല. നമുക്ക് ലൈവ്. അയ്യോ, എല്ലാരും എനിക്കൊരു കമന്റ് പോലും വരുന്നില്ല കേട്ടോ. കമന്റ് എല്ലാം എങ്ങോട്ടോ പോയി. കമന്റ് കിട്ടാത്തോണ്ട് എനിക്ക് ആരുടെ കമന്റ് വായിക്കാൻ ഒക്കത്തില്ലേ. ഞാനിപ്പോ അവക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നു. നമ്മുടെ ദിവ്യ ലൈവിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എനിക്ക് കമന്റ് വരുന്നില്ലല്ലോ. ഒരു കമന്റും വരുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറ്റുന്ന കേട്ടോ. സാരമില്ല. ഇനിയിപ്പോ ഞാന് എന്താ പറയാ, എവിടെ പിടിച്ച് ഞെക്കിയാലും വരത്തില്ല. എന്തെങ്കിലും ഒന്ന് മാറ്റാൻ നോക്കിയാൽ അതും വരത്തില്ല. കമന്റ് ഒരു വട്ടം നമ്മുടെ ടുഗദറിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ കമന്റ് തിരിച്ചു വരാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. എങ്ങനെയൊക്കെ